MS എന്താണ് മാവിന് കൊടുക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതി ഒന്ന് പറയണം നമ്മൾ പല പ്രാവശ്യം പിന്നെ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് കൊടുക്കുന്ന വളമാണ് നമ്മൾ കാണിക്കുന്നത്. MS കോട്ടയിലെ വീട്ടുമുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിറയെ നമുക്ക് മാവുകൾ കാണാൻ പറ്റും. ഇവിടെ പ്രൂണിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞ പാടന്നെ നമ്മൾ പ്രൂണിംഗ് തുടങ്ങും. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ വളപ്രയോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ തൊട്ടുപുറത്തൊക്കെ പ്രൂണിംഗ് ചെയ്ത മാവുകൾ കാണാൻ പറ്റും. ഇത് ഹാർഡ് പ്രൂണിംഗ് ചെയ്തൊരു പ്ലാന്റ് ആണ്. ഈ ഹാർഡ് പ്രൂണിങ്ങിന്റെ സിറ്റുവേഷൻ എന്താണ് വരുന്നത്? ഹാർഡ് പ്രൂണിംഗ് എന്ന് വെച്ചാൽ നന്നായിട്ട് അതിന്റെ കമ്പുകൾ മൊത്തത്തിൽ കട്ട് ചെയ്യും. അല്ല, അത് ഒരു ഇത്ര ടൈം കൂടുമ്പോൾ ഹാർഡ് പ്രൂണിംഗ് ചെയ്യണം അങ്ങനെയല്ല. നമ്മൾ പിന്നെ ചില മാവുകൾ നന്ന രീതിയിൽ ഷേപ്പ് ഉണ്ടാവില്ല, വൃത്തിയായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ ഹാർഡ് പ്രൂണിങ് ചെയ്തുകൊണ്ട് കണ്ടതിന് വൃത്തിയാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത്. ഡ്രമ്മിൽ വെക്കുന്ന മാവുകൾ വലിയ മാവുകളായി പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഈ സമയത്ത് ചെയ്യണം. കുറച്ചും കൂടെ മഴ വന്നു കഴിഞ്ഞാൽ തുടങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ചാറ്റൽ മഴ കിട്ടുന്ന സമയത്ത് ചെയ്യണം. ഇപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഈ തിങ്ങി നിൽക്കുന്ന ഇതുപോലുള്ള വേരുകൾ ഇതൊക്കെ ഒന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ രാസവളവും ജൈവവളവും ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുമുണ്ണാക്കൊക്കെ ഇതിന് കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് രാസവളം കൊടുക്കണം. രാസവളം നമുക്ക് മെയ് ലാസ്റ്റ് മഴ അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ഏതെങ്കിലും രീതിയിൽ കൊടുക്കരുത്. ഇതിന് ഇത്രയുള്ളൊരു പ്ലാന്റ് നമുക്ക് ഏകദേശം 100 ഗ്രാം വിട്ടിട്ട് NPK എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഈ 3 കണ്ട ഇതാണ് പിന്നെ ബേസിക്കായിട്ട് വരുന്ന ഇതാണ് വളങ്ങളാണ്. ഇതിങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം 100 ഗ്രാം, ഇപ്പോൾ നമുക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് എനിക്കിത് 100 ഗ്രാം ഉണ്ടെന്നുള്ളത് എനിക്കിത് അറിയാൻ കഴിയും. എല്ലാത്തിനും അളന്ന് കൊടുക്കണം. NPK 100 ഗ്രാം വെച്ചിട്ട് എല്ലാ സസ്യങ്ങൾക്കും ഈ സമയത്ത് കൊടുക്കണം. അതായത് നമ്മൾ ജൂണിൽ മഴ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുക. ഇത് മണ്ണിൽ ലയിപ്പിച്ച് കൊടുക്കണം. ഇത് മണ്ണിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ കൊടുക്കണം. കണ്ടില്ലേ, അത് ഇതിൻ്റെ അളവില്ല, ഈ റേഷ്യോ അത് കറക്റ്റ് ആയിരിക്കണം. ഏതെങ്കിലും രീതിയിൽ അറിയാത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അഥവാ അതുകൊണ്ടാണ് രാസവളം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ പറയുന്നത്. കാരണം അറിയാത്തവർ അത് ചോദിച്ച് അതിൻ്റെ അളവ് കറക്റ്റ്. നമ്മൾ കൈകൊണ്ട് വാരിയിടുന്നത് നമുക്കത് അത്രയും നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉപ്പും മുളകും ഒക്കെ ഇടുമ്പോൾ കൈകൊണ്ട് വാരിയിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ 2 ടീസ്പൂൺ 3 ടീസ്പൂൺ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്നതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് അതിൻ്റെ അളവ്. നമ്മളിതിലിപ്പോൾ രാസവളം കൊടുക്കണ്ടല്ലോ ഈ മെയ് മാസം ലാസ്റ്റ് ആയിട്ട്. ഇനി അടുത്ത വളപ്രയോഗമൊക്കെ ഈ പ്ലാന്റുകൾക്ക് ഇനി നമുക്ക് പിന്നെ ഓഗസ്റ്റ് വരെ നല്ല മഴ ആയിരിക്കും. ഓഗസ്റ്റ് ഒരു 15-ക്ക് ശേഷം മഴൻ്റെ ആ കാഠിന്യം ഒന്ന് കുറയുള്ളൂ. ആ സമയത്ത് ഇനി വളം കൊടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് പിന്നെ ഈ വളം തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് വളമാണോ കൊടുക്കുക, ജൈവമാണോ കൊടുക്കുക? അത് മറിച്ച് കൊടുക്കുക. ഈ പിന്നെ ജൈവവളം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹൈബ്രിഡ് മാവുകൾക്കൊന്നും പിന്നെ അതിൻ്റെ വളർച്ച, അതിൻ്റെ ഹീൽഡ് ഒന്നും നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് രണ്ടും സമ്മിശ്രമായിട്ട് മിക്സായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ രാസവളമാണ് കൊടുക്കുന്നത്. ഈ രാസവളമാണ് കൊടുക്കുന്നത്. പല രീതികളാണ്. ചിലർ ജൈവവളം മാത്രം കൊടുക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ചോദിക്കും MS എന്താണ് മാവിന് കൊടുക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതി ഒന്ന് പറയണം നമ്മൾ പല പ്രാവശ്യം പിന്നെ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് സമയത്ത് കൊടുക്കുന്ന വളമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ടൈമിൽ കൊടുക്കണം. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴൊക്കെ ഹോൾ ഉണ്ടാവില്ലേ? അതിൽ താഴെ ഹോളുണ്ട്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഇതിൽ ഓവർ വരുന്ന വെള്ളങ്ങളൊക്കെ അടിയിലേക്ക് ഇങ്ങനെ പോണത്. ആ സമയത്ത് ഇതിൻ്റെ ഈ സത്തൊക്കെ, ഈ വളത്തിൻ്റെ സത്തൊക്കെ അടിയിൽ കൂടെ പോകാനുള്ള അത് നമ്മളെ ഒരു തെറ്റായ ധാരണ. അത് മണ്ണിൽ ഇത് ലയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് മണ്ണ് കുറച്ചൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഡ്രമ്മിൽ വെക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും, എന്നാലും മാവിനാവശ്യമായ വളങ്ങൾ അതിന് കിട്ടും. മനസ്സിലായില്ലേ? ബാക്കി കുറച്ച് പുറത്ത് പോകാതിരിക്കുമൊന്നുമില്ല. ഗ്രോ ബാഗിലുള്ള പ്ലാന്റുകൾക്കൊക്കെ എങ്ങനെ ഇതിൻ്റെ അളവ് വരിക? അളവ് ലേശം കുറച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഗ്രോ ബാഗിലൊരു 50 ഗ്രാമൊക്കെ മതി നമുക്ക് NPK. 50. അത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാനിത് ജൈവവളം പിന്നെ നമ്മളെ കാലിവളങ്ങളൊക്കെ കൊടുത്തതായിരുന്നു. കണ്ടത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്നൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. മണ്ണ് കണ്ടില്ലേ? എന്നതിന് ശേഷം ഗ്രോ ബാഗിൽ നമുക്ക് ഇതുപോലെ NPK വളങ്ങൾ ഇതെങ്ങനെ ഇട്ടിട്ട് ഒരു പിടി മതി, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മണ്ണ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. കണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് നല്ല രീതിയിൽ വളർന്നു വന്ന് കൂടുതൽ ബ്രാഞ്ചസുകളും അടുത്ത വർഷം പെട്ടെന്ന് പുഷ്പിക്കുന്നതിനൊക്കെയുള്ള ഒരു ഗ്രോത്ത് ഇത് സ്വയം നേടിയെടുക്കും.
അതാണ് ഇതിനുള്ള ഒരു വലിയ പ്രത്യേകത. നമ്മൾ മാവിനെ അല്ലെങ്കിൽ എന്തിനെ അങ്ങോട്ട് നോക്കുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ നോക്കാതെ ഒരു മാവ് വാങ്ങി വെച്ച് എൻ്റെ മാവ് കായ്ക്കുന്നില്ല, എൻ്റെ മാവ് വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. നമ്മളതിന് കൃത്യസമയത്ത് അതിൻ്റെ സമയത്ത് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം നമ്മളെ ഈ വർഷം നമുക്ക് എല്ലാ മാവും നല്ല റിസൾട്ട് വന്നിരുന്നു.